കടവ്. ഇടുപ്പിൽ നിന്ന് ബക്കറ്റ് കടവിലെ പടിക്കെട്ടിൽ ഇറക്കി വെച്ച് അവൾ വലത്തോട്ട് ചെരിഞ്ഞ് കാൽ വെള്ളത്തിലാക്കിയിരുന്നു. തല്ലിയും കുത്തിയും പിഴിഞ്ഞും അഴുക്കുകൾ വിഴുപ്പുകളിൽ നിന്നും പടിയിറങ്ങലാരംഭിച്ചു. പടവിൻ്റെ വക്കിൽ നിന്നും ഒഴുകി അവ വെള്ളത്തിൽ പരന്നു തുടങ്ങി. അഴുക്കിൻ്റെ മെഴുക്കിനിടയിൽ ഒരു പരൽമീൻ തൻ്റെ കാൽനഖത്തിനടുത്തെത്തിയത് അവൾ കണ്ടു. വിജനമായ ആ കടവിലും തന്നെ തിരഞ്ഞെത്തിയ ആ അതിഥി അവളുടെ കാൽവിരലിനെ ഉമ്മ വെച്ചുകൊണ്ട് പതിയെ താലോലിക്കാൻ തുടങ്ങി. പെട്ടെന്നുണ്ടായ കുളിർമ കൊണ്ട് അവളുടെ വിരൽ ഒന്ന് ചലിച്ചു. തെല്ലൊന്നു മാറി നിന്നതിനു ശേഷം പരൽമീൻ വീണ്ടും അവളുടെ വിരലുകളെ മുത്താൻ തുടങ്ങി. പിന്നെ പരലിൻ്റേതായൊരു ധൃതിയിൽ അത് തിരിഞ്ഞ് പതിയെ പടവുകളിറങ്ങി നീങ്ങിപ്പോവാൻ തുടങ്ങി. നീട്ടിപ്പിടിച്ച കൈയുമായി മീനിനു പുറകെ അവളും. കുളത്തിൻ്റെ താഴ്ചയിലേക്ക് അവൻ അവളെ വിളിച്ചുകൊണ്ടുപോയി. കുളത്തിൽ നെറുകയിലെ നേർവര കൂടി മുങ്ങിയ സ്ഥലത്ത് അവളുടെ നെടുവീർപ്പ് നിറഞ്ഞൊരു കുമിള ഉയർന്നു വന്ന് പൊട്ടി അപ്രത്യക്ഷമായി.